ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയാണ് പറയുന്നത്. അങ്ങനെ അപമാന ഭാരം കൊണ്ട് തല കുനിച്ച് അരുണിന്റെ അമ്മ ആ ഒരു പടിയിറങ്ങി പോകുന്ന സമയത്തിന് വാതിൽക്കൽ നിസ്സഹായനായി നിൽക്കുന്ന ദേവുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അരുണിന്റെ അമ്മ ഗേറ്റ് കടന്നു പോയപ്പോൾ രേവതിക്ക് അത് സഹിക്കാനായില്ല. അവൾ ലക്ഷ്മി അമ്മയുടെ നേർക്കങ്ങ് തിരിഞ്ഞു. അമ്മേ, വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവർ എത്ര പ്രതീക്ഷയോടെ വന്നതെന്നറിയോ? അവരോട് കുറച്ചുകൂടി മര്യാദക്ക് കാര്യങ്ങളൊക്കെ പറയാമായിരുന്നില്ലേ? രേവതിയുടെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും നീളിച്ചു നിന്നു. ലക്ഷ്മി അമ്മ ഒട്ടും കുലുങ്ങിയില്ല. മുഖത്തെ കാഠിന്യം ഒട്ടും കുറക്കാതെ തന്നെ അവർ മറുപടി നൽകി. പിന്നെ ഞാൻ എങ്ങനെ അവരോട് സംസാരിക്കേണ്ടത്? നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യത്തിന് പിന്നെ എന്തിനങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത്? ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ചില കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കില്ല. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾക്ക് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ സംസാരിക്കാൻ. ഇത്രയും പറഞ്ഞ് ലക്ഷ്മിയമ്മ ദേവുവിന്റെ നേർക്ക് തിരിഞ്ഞു. ദേവുവിന്റെ മുഖത്തേക്ക് നോക്കി വളരെ കർക്കശമായ സ്വരത്തിൽ തന്നെ ലക്ഷ്മിയമ്മ പറഞ്ഞു, ദേവു, ഈ കാര്യം ഇനി നടക്കില്ല. അരുണിനെ നിന്റെ മനസ്സിൽ നിന്ന് മറന്നേക്ക്. അതാണ് നിനക്കും ഈ കുടുംബത്തിനും നല്ലത്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ലക്ഷ്മിയമ്മ നേരെ അകത്തേക്ക് നടന്നുപോയി. ദേവുവിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കാലുകളൊക്കെ തളർന്നു. ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ നേരെ അകത്തേക്ക് ഓടി. രേവതി അവൾക്ക് പിന്നാലെ ചെന്നു. മുറിയിലെ കട്ടിലേക്ക് വീണ് വിതുമ്പി കരയുന്ന ദേവുവിനെ കണ്ടപ്പോൾ രേവതിയുടെ നെഞ്ചി പിടയുന്നുണ്ടായിരുന്നു. അവൾ ദേവുവിനെ അരികിലേക്ക് അവളുടെ മുടിയിലൂടെ ഇങ്ങനെ പതുക്കെ തലോടി. കരയാതെ ദേവു, എല്ലാം ശരിയാവും. നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്ക്. രേവതി അവളെ ആശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ദേവുവിന് അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. അരുണിനെ അവൾ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. കരച്ചിനിടയിലും ദേവുവിന് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഇനി എന്തു തന്നെ നടക്കണമെങ്കിലും അത് സച്ചിയേട്ടൻ്റെ തീരുമാനത്തിന് പ്രകാരം മാത്രമേ നടക്കുള്ളൂ. സച്ചിയേട്ടൻ സമ്മതിക്കാതെ ഒരിക്കലും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അരുണിനെ കല്യാണം കഴിക്കാൻ തനിക്ക് കഴിയില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരു വഴിയെ തെളിഞ്ഞു വന്നുള്ളൂ. സച്ചിയേട്ടനെ പോയി നേരിട്ട് കണ്ട് സംസാരിക്കുക. തൻ്റെ മനസ്സിലുള്ള ഈ ഇഷ്ടം സച്ചിയേട്ടനെ ബോധ്യപ്പെടുത്തുക. കണ്ണുനീർ തുടച്ചുകൊണ്ട് ദേവു കട്ടിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അങ്ങനെ സച്ചിയുടെ വർക്ക്ഷോപ്പിലെ പഴയ ഇരുമ്പിൻ്റെ ഗ്രീസും ആ ഒരു ഗന്ധം നിറഞ്ഞു നിന്നു. ഒരു വണ്ടിയുടെ എഞ്ചിൻ പണിത് ഇരുണ്ടു പുരണ്ട ആ ഒരു എണ്ണ പുരണ്ട കൈകൾ ഒരു പഴയ തുണി കൊണ്ട് തുടക്കുകയായിരുന്നു സച്ചി. അപ്പോഴാണ് ദേവു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. വെയിലത്ത് നടന്നു വരുന്നത് കണ്ട് അവളുടെ മുഖം വല്ലാതെ വാടിയിരുന്നു. സച്ചി അവളെ കണ്ടപ്പോൾ ഒന്ന് നിന്നു. ദേവു വരുന്നത് കാണുമ്പോൾ തന്നെ അവൾ എന്തിനാണ് വന്നത് എന്ന് സച്ചിക്ക് ഏകദേശം മനസ്സിലായി. സച്ചിയേട്ടാ, ദേവുവിൻ്റെ ശബ്ദം നേരിയതായി വിറച്ചു. സച്ചി അവളെ തന്നെ നോക്കി നിന്നു. ദേവു പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. സച്ചിയേട്ടൻ ഞങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം ആ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയതും കണ്ടൊക്കെ ചെയ്യുന്നത് സച്ചിയേട്ടൻ ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. സച്ചിയേട്ടൻ നല്ലവനാണെന്ന കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം. ദേവു ഒന്ന് നിർത്തി. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എന്നിട്ടും അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് പറ്റിയ ആളാണ് അരുണേട്ടൻ. അരുണേട്ടൻ നല്ലവനാണ്. അത് കേട്ട ഉടനെ തന്നെ സച്ചിയുടെ മുഖഭാവങ്ങ് മാറി. അവൻ്റെ കണ്ണിൽ ഒരു പരിഹാസം നിറഞ്ഞു. എണ്ണ പുരണ്ട തുണിയിലേക്ക് താഴെങ്ങ് വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ സച്ചിയുടെ ചോദ്യം ചോദിച്ചു, ഹോ, അപ്പോൾ എന്നാ പിന്നെ ബാക്കി കൂടെ അങ്ങ് പറയേ, അരുൺ നല്ലവനാണല്ലേ? ദേവു വീണ്ടും തുടർന്നു, അതേ സച്ചിയേട്ട, അരുണേട്ടൻ അമ്മയെയും അതുപോലെ ശരത്തിനെയും ഒക്കെ നന്നായിട്ട് തന്നെ നോക്കും. അവരെല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണ്. ദേവു അരുണിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സച്ചിയുടെ ദേഷ്യം ഇളക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഇത്രയും കാലത്തെ അധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദേവു ചോദ്യം ചെയ്യുന്നത് പോലെയാണ് സച്ചിക്ക് തോന്നിയത്. അപ്പോൾ നീ എന്തായി പറഞ്ഞു വരുന്നത്? സച്ചിയുടെ ശബ്ദം കടുത്തു. ഞാൻ നിന്റെ വീട്ടുകാരെ നന്നായിട്ട് നോക്കുന്നില്ല എന്നാണോ നീ പറയുന്നത്? അവനാണോ ഇനി നിങ്ങളെയൊക്കെ നോക്കാൻ പോകുന്നത്? ദേവു അങ്ങ് ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് കൈകൂപ്പി. ഇല്ല സച്ചിയേട്ടാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സച്ചിയേട്ടാ, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സച്ചിയേട്ടൻ എന്താ എല്ലാം തെറ്റായിട്ടുള്ള രീതിയിൽ എടുക്കുന്നത്? സച്ചി ഒരു ചിരിയോടെ പറഞ്ഞു. ആ ചിരിയിൽ നിറയെ വേദനയും ദേഷ്യവും ഉണ്ടായിരുന്നു. അതെ, ശരിയാണ്. തെറ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കും. കാരണം ഞാൻ വെറും ഒരു പൊട്ടനാണല്ലോ. നിങ്ങളെല്ലാവരും നല്ല ബുദ്ധിശാലികളും. ഞാൻ രാവും പകലും കഷ്ടപ്പെട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ അങ്ങനെയൊന്നും സച്ചിയേട്ടനെ കുറിച്ച് ഒരിക്കലും വിചാരിച്ചില്ല സച്ചിയേട്ടാ. ദേവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സച്ചിയേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ട് സച്ചിയേട്ടനടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഒരിക്കലും സച്ചിയേട്ടനെ വിഷമിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. സച്ചിയേട്ടന് ഇഷ്ടമില്ലാത്തൊരു കാര്യം കൂടി ഇനി നടക്കാൻ പാടില്ല. ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ സുരക്ഷിതവും ഉത്തരവാദിത്വവും ഒന്നും ഏറ്റെടുക്കാൻ വേണ്ടി ആരുമില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ സച്ചിയേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാത്തിനും സച്ചിയേട്ടനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭയം തന്നെ പോയത് സച്ചിയേട്ടൻ വന്നതിന് ശേഷമാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് സച്ചിയേട്ടനെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് സച്ചിയേട്ടൻ ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടു കൂടെ കേൾക്കണം. ദേവു കരഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞു. സച്ചി ഒന്ന് ശാന്തനായി. അവൻ്റെ മുഖത്തെ കോപം അങ്ങ് അല്പം കുറഞ്ഞു.
എന്തോ നീ തീരുമാനിച്ചിട്ടാണ് വന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ദേവു. എന്തായാലും നീ പറയേ, ഞാൻ കേൾക്കാമെന്ന് സച്ചി പതുക്കെ പറഞ്ഞു. ദേവു ഒരു ദീർഘനിശ്വാസം വിട്ടു. സച്ചിയേട്ടാ, ഞാൻ അരുണിനെ കണ്ട ഉടനെ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ട് അവനെ കല്യാണം കഴിക്കണമെന്നൊന്നും ആഗ്രഹിച്ച ഒരാളല്ല. അരുണേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ സ്വഭാവം മനസ്സിലാക്കി ഞങ്ങൾ തമ്മിൽ ഒത്തുപോകുമെന്നുള്ള ഉറപ്പ്, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് ചേർന്ന ഒരാളെന്ന കാര്യം കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയതും. സച്ചി വീണ്ടും ആ പഴയ ഭാവത്തിലേക്ക് മാറി. അവൻ ദേവുവിനെ സൂക്ഷിച്ചു നോക്കി. ഇത് നോക്ക് ദേവു, നീ ഒരാളെ ഇഷ്ടപ്പെട്ട് അവനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് നല്ലതായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. അവനും നിനക്ക് നല്ലതായിട്ടേ തോന്നൂ. ഇനിയിപ്പോൾ നിന്റെ കൺമുന്നിൽ അവൻ മോശപ്പെട്ടവനാണെന്നുള്ള കാര്യം കണ്ടു കഴിഞ്ഞാലും നിനക്കത് മോശമാണെന്നുള്ള കാര്യം തോന്നത്തേയില്ല. അതാണ് പ്രേമം. ഇല്ല സച്ചിയേട്ടാ, അങ്ങനെയൊന്നുമില്ല. ദേവു തർക്കിക്കാൻ ശ്രമിച്ചു. ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷമല്ല അരുണേട്ടനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോയത്. അതിനു മുൻപ് തന്നെ അരുണേട്ടൻ്റെ സ്വഭാവമൊക്കെ നല്ലതായിരുന്നു. അത് കണ്ടുകൊണ്ട് അങ്ങനെ പോകെയാണ് ഞാൻ അവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ശരി, നീ ഏതായാലും സ്നേഹിച്ചു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറയും? സച്ചി ഗൗരവത്തിൽ ചോദിച്ചു. സച്ചിയേട്ടൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ സച്ചിയേട്ടൻ സമ്മതമില്ലാതെ മറ്റു ഒരു കാര്യവും നടക്കില്ല. സച്ചിയേട്ടൻ്റെ പൂർണ്ണ സമ്മതം ഞങ്ങൾക്ക് വേണം. ഇതിനു വേണ്ടി മാത്രമാണ് ഇന്ന് അരുണേട്ടൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദേവു തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഹോ, കല്യാണത്തെക്കുറിച്ച് സംസാരിച്ച് എല്ലാം അങ്ങ് തീരുമാനിച്ചോ? സച്ചി പരിഹാസത്തോടെ ചോദിച്ചു. സച്ചിയേട്ടൻ്റെ സമ്മതമില്ലാതെ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അതിലും ഞാനും ശരിയെന്ന് തന്നെ പറഞ്ഞു. വേണമെങ്കിൽ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചോളൂ, ചേച്ചി അവിടെ ഉണ്ടായിരുന്നു എന്ന് ദേവു പറഞ്ഞു. അത് കേട്ടതോടുകൂടി തന്നെ സച്ചിയുടെ മുഖം വല്ലാതങ്ങ് കറുത്തു. എന്താ നീ പറഞ്ഞത്? രേവതി വീട്ടിലേക്ക് വന്നിരുന്നു എന്നോ? രാവിലെ തന്നോട് കള്ളം പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് പോയത് എന്ന് സച്ചി തിരിച്ചറിഞ്ഞു. അതവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പകയുണ്ടായി. എങ്കിലും അവൻ ആ ദേഷ്യമൊന്നു ദേവുവിൻ്റെ മുന്നിൽ അങ്ങ് മറച്ചു വെച്ചു. അതേതായാലും അവനും രേവതിയും തമ്മിലുള്ള പ്രശ്നമാണല്ലോ. അതിലേക്ക് ദേവുവിനെ വലിച്ചെടുക്കേണ്ട എന്ന് തന്നെ അവൻ തീരുമാനിച്ചു. സച്ചി കുറച്ചുകൂടി ഗൗരവത്തിൽ ദേവുവിനോട് പറഞ്ഞു. നോക്ക് ദേവു, ഞാൻ എൻ്റെ ഭാര്യയുടെ അനിയത്തിയായിട്ടല്ല നിന്നെ കാണുന്നത്, എൻ്റെ സ്വന്തം പെങ്ങളായിട്ടാ. എൻ്റെ കണ്ണിൽ നീ എപ്പോഴും ചെറിയൊരു കുട്ടി തന്നെയാണ്. നീ ഇപ്പോൾ പറഞ്ഞില്ലേ എല്ലാം നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന്. അത് തന്നെ തെറ്റാണ് ദേവു എന്നുള്ള കാര്യം നിനക്കറിയാലോ. ഇങ്ങനെ ഓരോരോ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് 6 മാസം പോലും ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കാതെ ഓരോരുത്തരും കോടതി മുൻപിൽ പോയി നിൽക്കുന്നത്. ഞാൻ ഇതൊന്നും ചുമ്മാ പറയുന്നതല്ല ദേവു. ഒരു ദിവസം എൻ്റെ കാറിൽ ഒരു പെൺകുട്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്ത് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് 6 വർഷമായിട്ട് ഒരുത്തിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. പക്ഷേ 6 മാസം പോലും സന്തോഷത്തോടു കൂടി അവളെ ജീവിക്കാൻ പറ്റിയില്ല. അവൾക്കതിന് പറ്റിയില്ല. ഞാൻ അവളെ കൊണ്ടുപോയി ഇറക്കി വിട്ടത് കോടതിയുടെ മുന്നിൽ തന്നെയാണ്. പാതി അയാൾക്കും ഇതുപോലെ തന്നെയാണ് അയാളും പോയി നിൽക്കുന്നത്. ഇല്ല സച്ചിയേട്ടാ, എൻ്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ദേവു ഉറപ്പിച്ചു പറഞ്ഞു. ദേവു, എല്ലാവരും ഇങ്ങനെ തന്നെയാ പറയാ. ഞങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാർ എല്ലാം അറിഞ്ഞ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ തന്നെ മണ്ടത്തരം കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുത്തൻ ചിരിച്ച് സംസാരിക്കുമ്പോഴേക്കും അവൻ നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ നല്ലവനായിരിക്കാം. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അരുൺ നിനക്ക് പറ്റിയ ഒരാളല്ല. എന്തിന്, അവൻ നല്ലൊരുത്തനെ അല്ല. അവൻ്റെ മനസ്സിൽ പക വെച്ചിട്ട് അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് അയാൾ. നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഭാര്യ അതുപോലെ തന്നെ അവൻ പെരുമാറുള്ളൂ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദേവു, നിന്റെ ലൈഫാണ് സ്പോയിലാവാൻ വേണ്ടി പോകുന്നത്. ഇല്ല സച്ചിയേട്ടാ, ദേവു വീണ്ടും എന്തോ പറയാൻ ശ്രമിച്ചു. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നേ ഇല്ല ദേവു. നിനക്ക് നല്ലൊരു പഠിച്ച ഒരുത്തനെ തന്നെ ഞാൻ കണ്ടെത്തി തരും. അവൻ നിനക്ക് ചേരില്ല. സച്ചിയുടെ വാക്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു. സച്ചിയേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ദേവു കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. നീ ഇങ്ങോട്ടേക്കൊന്നും പറയേണ്ട ദേവു. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. എൻ്റെ സമ്മതമില്ലാതെ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം നിന്റെ അമ്മ പറഞ്ഞില്ലേ? കാരണം വേറൊന്നുമില്ല, അവർക്ക് അനുഭവമുണ്ട്. നല്ലതേതാ ചീത്തതേതാ എന്നുള്ള കാര്യം കണ്ടാൽ അവർക്കറിയാൻ പറ്റും. എന്നാൽ നീ അങ്ങനെയല്ല. നീ ചെറിയ പെണ്ണ് തന്നെയാണ്. നിനക്ക് ഇത്രയും നാളായിട്ട് ആ ഒരു പക്വത വന്നിട്ടില്ല. എന്താണോ ശരി അത് ഞാൻ ചെയ്യും. നീ പോവാൻ നോക്കുക എന്ന് പറഞ്ഞ് സച്ചി മുഖം തിരിച്ചു. ദേവു അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരങ്ങ് ഒഴിച്ചിറങ്ങി. പോവാനല്ലേ പറഞ്ഞത്? സച്ചി വീണ്ടും അങ്ങ് ദേഷ്യപ്പെട്ടു. ശരി സച്ചിയേട്ടാ എന്ന് ദേവു വിതുമ്പലോടുകൂടെ പറയാണ്. നിന്നെ ഞാൻ കൊണ്ടുവിടാമെന്ന് സച്ചി പറഞ്ഞു. വേണ്ട, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞ് കണ്ണുനീരും തുടച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ്. സച്ചി അവളെങ്ങനെ നോക്കി നിന്നു. അവൻ്റെ മനസ്സിലും വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം മയങ്ങിയ വെളിച്ചത്തിൽ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴാണ് വഴിയരികിൽ തൻ്റെ ബൈക്കിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന അരുണിനെ കാണുന്നത്. അവളെ കാത്തു നിൽക്കുകയായിരുന്നു അവൻ. രേവതിയെ കണ്ടപ്പോൾ അരുൺ ബൈക്കങ്ങ് നിർത്തി അവളുടെ അടുത്തേക്ക് നടന്നു. അരുണിനെ കണ്ടപ്പോൾ രേവതിയുടെ മുഖത്ത് നേരിയൊരു പരിഭ്രമമുണ്ടായി. നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അരുൺ വളരെ സങ്കടത്തോടെ പറഞ്ഞു തുടങ്ങി.
അവർ എന്തു വേണമെങ്കിലും പറയട്ടെ, പക്ഷേ നിങ്ങൾ എന്താണോ പറയാൻ വേണ്ടി വരുന്നത് അത് പറയുന്ന രേവതി അവനോട് പറഞ്ഞു. അരുൺ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഞാനും ദേവും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ? അവൻ ചോദിച്ചു. ആ, അതാണല്ലോ അറിഞ്ഞത്. അമ്പലത്തിൽ വെച്ച് അവൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് വിളിച്ചത്. പക്ഷേ അവിടെ വെച്ച് ഒരിക്കലും അത് നിങ്ങളാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രേവതി വളരെ ശാന്തമായി തന്നെ പറഞ്ഞു. എനിക്ക് കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു രേവതി. എൻ്റെ കരിയർ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ദേവിനെ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു ആഗ്രഹം തന്നെ എൻ്റെ മനസ്സിലേക്ക് തോന്നിയത്. അരുൺ തൻ്റെ ഉള്ളിലെ സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ദേവുവിൻ്റെ കാര്യമെന്നത് രേവതി അവനെ പിന്തുണച്ചുകൊണ്ടും പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെറുപ്പത്തിൽ തുടങ്ങിയ സ്നേഹമൊന്നുമല്ല, നല്ല മെച്യൂർഡായിട്ട് തന്നെ തുടങ്ങിയതാണ്. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് തുടങ്ങിയതാ. രണ്ടുപേരുടെ ഫാമിലിയും സിറ്റുവേഷനും അതുപോലെ ഓരോരുത്തർക്ക് വേണ്ടി ജീവിക്കാനുള്ളതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്നേഹം തുടങ്ങിയത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എൻ്റെ കുടുംബം പോലെ കണ്ടിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്യും. അരുൺ വളരെ ആത്മാർത്ഥമായി സംസാരിച്ചു. ദേവ് എനിക്ക് നല്ല ഭാര്യയായിട്ട് മാത്രമല്ല എൻ്റെ അമ്മക്ക് നല്ലൊരു മരുമകളായിട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഭാര്യയും കിട്ടും. എൻ്റെ ലൈഫ് സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഭയങ്കര സന്തോഷവതിയായിരിക്കും. രേവതി എല്ലാം മൗനമായി കേട്ടു നിന്നു. അവൾക്കറിയാമായിരുന്നു അരുൺ പറയുന്നതെല്ലാം തന്നെ സത്യമാണെന്ന്. അരുൺ തുടർന്നു. അതുമാത്രമല്ല ദേവു ഞങ്ങളുടെ ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുടുംബത്തിൻ്റെയും പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ വേണം കല്യാണം എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനിയത്തിയുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് രേവതി തന്നെ എടുക്കണം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണെന്നുള്ള കാര്യം. ദേവു സന്തോഷമായിട്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹമില്ലേ? പിന്നെ അത് എനിക്കില്ലാതിരിക്കുമോ? എൻ്റെ അനിയത്തിയല്ലേ, എപ്പോഴും അവൾ സന്തോഷമായിട്ടിരിക്കണമെന്നാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് രേവതി ഇടറുന്ന ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടത്തി തരണം. അരുൺ കെഞ്ചി. ഞാൻ ആരെയും തേടി പോയിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ടിരുന്നില്ല രേവതി. പെട്ടെന്ന് തന്നെ രേവതിക്ക് അങ്ങ് ദേഷ്യം വന്നു. അവൾ അരുണിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ചോദിച്ചു. അങ്ങനെ സച്ചേട്ടൻ ആരുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന ആളൊന്നുമല്ല. നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുണ്ടായിരിക്കുന്നത്. തെറ്റ് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. സച്ചേട്ടൻ്റെ കാറിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ന്യായമായിട്ട് നടന്നില്ലേ? അത് കേട്ട അരുൺ തല കുനിച്ചു. അവൻ്റെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു. കാറിൻ്റെ കാര്യത്തിൽ മൊത്തത്തിലുമുള്ള തെറ്റെല്ലാം അരുണിൻ്റെ ഭാഗത്തായിരുന്നു. താൻ കാണിച്ച അനാവശ്യമായ വാശിയാണ് ഇപ്പോൾ തൻ്റെ പ്രണയത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് അവന് മനസ്സിലായി. ഇപ്പം എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യവുമില്ല. ഇതിനകത്ത് പെട്ടിരിക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. രേവതി പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിത്തരണ രേവതി. ഞാൻ ദേവിനെ സത്യസന്ധമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുള്ള കാര്യം എനിക്ക് തോന്നി. ഇനിയിപ്പോൾ എന്ത് തീരുമാനമെന്ന് വെച്ചാൽ അതെടുത്തോളൂ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അത്രയും പറഞ്ഞ് വളരെ നിരാശയോട് കൂടെ തന്നെ അരുൺ അവിടെ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. അരുൺ പോകുന്നത് നോക്കി ഒരുപാട് നേരം രേവതി അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അന്ന് കുറേയധികം രാത്രിയാവാറായി. രാത്രി വളരെ വൈകിയാണ് രേവതി വീട്ടിലേക്ക് എത്തുന്നത്. മുറ്റത്തിന് ഒരു ചെറിയ ബൾബ് മാത്രമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ച് രേവതി ഒന്ന് ഞെട്ടി. ഇരുട്ടിൽ വരാന്തയിൽ തൂണും ചാരി അവിടെ സച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിലാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ ഇരിച്ചു കയറാണ്. അവൻ്റെ കണ്ണിൽ ഇരുട്ടും തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു വേട്ടമൃഗത്തെ പോലെ തന്നെ അവൻ അവളെ തന്നെ നോക്കി. എവിടെ പോയിട്ട് വരിക? വന്ന ഉടനെ തന്നെ രേവതിയുടെ അടുത്തേക്ക് വന്ന് സച്ചി വളരെ കണിശമായ സ്വരത്തിൽ ചോദിച്ചു. രേവതി ഒന്ന് പരുങ്ങി. അത് ഞാൻ രാവിലെ എൻ്റെ അടുത്ത് വീട്ടിൽ പോയിട്ട് സംസാരിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീയല്ലേ പറഞ്ഞത് പൂ കൊടുക്കാനുള്ള ആ ഒരു പണിയുണ്ട് എന്നുള്ള കാര്യം? അതും പറഞ്ഞിട്ടാണല്ലോ നീ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇത്രയും നേരം നീ എന്താ പൂ കൊടുക്കായിരുന്നോ? സച്ചി ശബ്ദം മാറ്റിക്കൊണ്ട് തന്നെ ചോദിച്ചു. അത് കേട്ട ഉടനെ തന്നെ രേവതി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. സച്ചിക്കെല്ലാം അറിയാമെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിലും ആ പൂ കെട്ടുന്ന ജോലിയാണല്ലോ നീ ചെയ്യുന്നത്. നിനക്ക് എൻ്റെ കാതിലിങ്ങനെ പൂ വെക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം? സച്ചി പരിഹസിച്ച് ചോദിച്ചു. നിങ്ങൾ എന്തോ പറയാൻ വേണ്ടി വരുമോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ. എന്താണെങ്കിലും നേരിട്ട് പറഞ്ഞോളൂ. നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാ പോയത്. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നീ പോയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കള്ളം പറയാനും തുടങ്ങിയല്ലേ? പുതിയ ബന്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ ആൾക്കാരുടെ ആ ഒരു മാറ്റം അത് സാധാരണയായിട്ടുള്ള കാര്യമാണ്. സച്ചിയുടെ വാക്കുകൾ രേവതിയുടെ നെഞ്ചിലങ്ങ് കൊണ്ടു. അവൾ സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല സച്ചിയേട്ടാ, അരുണിൻ്റെ അമ്മ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദേവു എന്നോടും കൂടി വരാൻ പറഞ്ഞു. അതിനു വേണ്ടി ഇറങ്ങുന്നതിന് ശേഷമാണോ ദേവു നിന്നെ വിളിച്ചത്? വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? അല്ലെങ്കിൽ ഇവിടെ ഉള്ളപ്പോഴാണോ എന്നുള്ള കാര്യം നീ പറയേ. സച്ചി വിടാൻ ഭാവമില്ലായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് വിളിച്ചത്. അല്ലെങ്കിലും എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പിന്നെ വേറെ ആരാ ഉള്ളത്?
ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ ദേഷ്യപ്പെടുമെന്ന് എനിക്ക് കരുതിയിട്ടാ പറയാതിരുന്നത്. രേവതി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ദേവു എന്നെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഷെഡിലേക്ക് വന്നിരുന്നു എന്ന് സച്ചി പൊടുന്നനെ അങ്ങ് പറഞ്ഞു. രേവതി അങ്ങ് ഞെട്ടിപ്പോയി. അവൾ അങ്ങോട്ടേക്ക് വന്നിരുന്നോ? ആ വന്നിരുന്നു. അവൾ നിന്നെ പോലെയല്ല. അവൾക്ക് നിന്നേക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് മര്യാദയുണ്ട്. അതുകൊണ്ടാണ് അവൾ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവൾ പറഞ്ഞതിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത്. പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കല്യാണത്തെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൾ പറഞ്ഞു. എൻ്റെ സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം നിൻ്റെ അമ്മ പറഞ്ഞു എന്നും ദേവു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. നിൻ്റെ അമ്മക്ക് അത്രയെങ്കിലും എൻ്റെ മേൽ മര്യാദയുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ദേവുവാണ് എൻ്റെ അടുത്ത് കള്ളം പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നീയാണ് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിരിക്കുന്നത്. സച്ചിയുടെ ദേഷ്യം അങ്ങ് അണ പൊട്ടിയൊഴുകി. ഇതിലിപ്പോൾ കള്ളം പറയേണ്ട കാര്യം എന്താ സച്ചിയേട്ടാ ഉള്ളത്? എല്ലാം സമാധാനപരമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇടിപിടി എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അതുമാത്രമല്ല, വരുന്ന വഴിക്ക് അരുൺ എന്നെ കണ്ട് സംസാരിച്ചു. രേവതി ധൈര്യം സംഭരിച്ച് പറഞ്ഞു. അവൻ നിന്നെ കണ്ട് സംസാരിച്ചു എന്നോ? എന്താ സംസാരിച്ചത്? സച്ചി പുരുകം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തണം. അവൻ കല്യാണം കഴിക്കുവാണെങ്കിൽ അത് ദേവുവിനെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയാ പറഞ്ഞത്, രേവതി പറഞ്ഞു. സച്ചി ഉറക്കി അങ്ങ് ചിരിച്ചു. അവൻ തീരുമാനിച്ചാൽ മാത്രം മതിയോ? ദേവു എന്താ അവൻ്റെ വീടിനടുത്തുള്ള പെണ്ണാണോ മറ്റോ ആണോ? അവൻ അത്രയധികം പിടിവാശിയൊക്കെ ഉള്ളത്? അവൻ്റെ പിടിവാദം കൊണ്ടുപോയിട്ട് കുപ്പിയിലങ്ങ് ഇടാൻ പറ. പാമ്പ് കുറേ നേരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്താണ് പാവം അതിങ്ങനെ കൊത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് പോയി കാല് വെച്ച് അങ്ങോട്ടേക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ. കൊത്താൻ വേണ്ടിയിട്ട് കാല് വെച്ച് കൊടുക്കൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ അരുണും. നിങ്ങൾ എപ്പോഴും അരുണിനെ ഇങ്ങനെ തെറ്റായ കണ്ണിലൂടെ മാത്രം കാണരുത് എന്ന് പറഞ്ഞ് രേവതിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. ഞാൻ മാത്രമല്ല അവനെ ശരിയായിട്ടുള്ള കണ്ണിലൂടെ കാണുന്നത്. ശരി, അതൊക്കെ വിട്. നിങ്ങൾ ദേവിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത് എന്ന് സച്ചി ചോദിച്ചു. എന്താണോ പറയേണ്ടത് അത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലേ എന്താ ചോദിച്ചത് എന്ന് പറ. എനിക്കെന്തായാലും അരുൺ അങ്ങ് സെറ്റാവില്ല എന്നും നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരു പയ്യനെ കണ്ടെത്തുമെന്നും പറഞ്ഞു. അവൾ പഠിച്ചവളാണല്ലോ, അതുകൊണ്ട് അവൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രണ്ടുപേരും നല്ല ജോലിയുള്ളവരാണ്. രേവതി വീണ്ടും അരുണിനെ അനുകൂലിക്കാൻ ശ്രമിച്ചു. അത് കേട്ടപ്പോൾ സച്ചിയുടെ മുഖമങ്ങ് മാറി. വീണ്ടും അവൻ്റെ ആ ഒരു ജോലിയില്ലായ്മ കുറ്റപ്പെടുത്തുകയാണെന്ന് അവന് തോന്നി തുടങ്ങി. നിർത്തി രേവതി, അവൻ അങ്ങ് ഗർജിച്ചു. സച്ചിയേട്ടനെ കുറിച്ച് സംസാരിച്ചതല്ല ഞാൻ. 1000 പേര് വന്നു കഴിഞ്ഞാലും സച്ചിയേട്ടൻ തന്നെയാണ് എനിക്ക് പ്രധാനം. സച്ചിയേട്ടൻ്റെ വാക്കുകൾ തന്നെയാണ് എനിക്ക് പ്രധാനം. രേവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓ, അതുകൊണ്ടാണല്ലോ നീ രാവിലെ തന്നെ എൻ്റെ അടുത്ത് പോലും പറയാതെ മറച്ചു വെച്ചുകൊണ്ട് പോയത്. ആ കാര്യത്തെക്കുറിച്ച് രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഒച്ചയെടുക്കും. അതുമാത്രമല്ല അവിടെ പോയിട്ട് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. അതല്ലേ നീ കരുതിയത്? സച്ചി ചോദിച്ചു. രണ്ടുപേരുടെയും കല്യാണം നടന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നന്നാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് സച്ചിയേട്ടാ. രേവതി വീണ്ടും കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. സച്ചി ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് വളരെ ഭീഷണിപരമായ സ്വരത്തിൽ തന്നെ പറഞ്ഞു. അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട രേവതി. അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഒരിക്കലും വിടില്ല. ഇനിയിപ്പോൾ നിനക്ക് ഞാനും വേണ്ടാന്നാണെങ്കിൽ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഇത്രയും പറഞ്ഞ് സച്ചി വാതിലടച്ചങ്ങ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് കയറി പോവാണ്. രേവതിയാണെങ്കിൽ കണ്ണീരോടുകൂടെ അവിടെ തന്നെ അങ്ങ് തറഞ്ഞു നിന്നു. പിറ്റേ ദിവസം രാവിലെ സച്ചിയുടെ വീട്ടിൽ പതിവില്ലാതെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു വലിയ കാറ് മുറ്റത്തേക്ക് വന്ന് നിന്നു. അതിൽ നിന്നും മഹിമയും ഇറങ്ങി വന്നു. വർഷയുടെ അമ്മ. അവരുടെ കയ്യിൽ വലിയൊരു തട്ടകമുണ്ടായിരുന്നു. ആ തട്ടത്തിന് കുറേയധികം വില കൂടിയ ഫ്രൂട്ട്സും സ്വീറ്റ്സും അതിൻ്റെ മേലെ കുറേയധികം വെറ്റിലയും പാക്കും അങ്ങനെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെക്കും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ കണ്ണുകളങ്ങ് വിടർന്നു. സച്ചിയുടെയും ശ്രീകാന്തിൻ്റെയും അമ്മ ചന്ദ്രമതി പണത്തിനോട് വല്ലാത്ത ആർത്തിയുള്ള പ്രകൃതമാണല്ലോ. മഹിമ ചിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി വന്നു. ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ തട്ടൻ ചന്ദ്രമതിയുടെ നേർക്ക് നീട്ടി. ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് മഹിമ പറയുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ സന്തോഷം അടക്കാനാവാതെ ചാടിക്കയറി അതങ്ങ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടി. എന്നാൽ രവീന്ദ്രൻ ചന്ദ്രമതിയുടെ അവിടെ വന്നിങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. രവേട്ട, അവർ പറയുന്നത് കേട്ടില്ലേ? മേടിക്കാൻ വേണ്ടി പറയാൻ ചന്ദ്രമതി നിർബന്ധിച്ചു. ഉടനെ തന്നെ രവീന്ദ്രൻ പറഞ്ഞു. എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞില്ലേ? ആദ്യം കാര്യം കേൾക്കട്ടെ എന്ന് പറയും, എന്നിട്ട് മേടിക്കാമെന്ന് പറയും. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. പതിവ് പോലെ തന്നെ തൻ്റെ തനതായ ശൈലിയിൽ സച്ചി ചോദിച്ചു. എന്താ മഹിമാൻറ്റി, അതിനകത്ത് ചെക്കൊക്കെ ഉണ്ടല്ലോ. ഇനി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെക്കൊക്കെ ആയിട്ട് വന്നതാണോ? അന്ന് നിങ്ങളുടെ ചെക്ക് നമ്മൾ കീറിക്കളഞ്ഞതല്ലേ? സച്ചിയുടെ വാക്കിൽ നിറഞ്ഞ പരിഹാസമുണ്ടായിരുന്നു. ഇത് കേട്ട മഹിമക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവർ പറഞ്ഞു. ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നെങ്കിലും അവൻ്റെ വായൊന്ന് അടക്കി വെക്കാൻ പറ ചന്ദ്രേ. എടാ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. ചന്ദ്രമതി സച്ചിയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ടു. എന്നിട്ട് മഹിമയുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു. അല്ല മഹിമേ, നീ ഈ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം പറയേ? മഹിമ അഭിമാനത്തോടു കൂടെ പറഞ്ഞു. വർഷയും ശ്രീകാന്ത് കൂടി ചേർന്ന് പുതിയൊരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് എന്ന നിലയിൽ 10 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഇത് വെറും അഡ്വാൻസ് മാത്രമാണ്. അവർക്ക് ഇനി എത്രയാണ് വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവർക്ക് ആവശ്യമുള്ളത് എത്രയെന്ന് വെച്ചാൽ അത് ഞങ്ങൾ കൊടുക്കും. ഇത് കേട്ട് ശ്രീകാന്ത് ആകെങ്ങനെ ഞെട്ടിത്തെറിച്ച് പോയിട്ട് അവിടെ എങ്ങനെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും അറിയാത്തൊരു കാര്യമായിരുന്നു അത്. ഇത് നല്ല കാര്യമാണല്ലോ. എടാ ശ്രീകാന്തേ, നീ ഒരു വാക്ക് പോലും അച്ഛനോടോ അമ്മയോടോ പറഞ്ഞില്ലല്ലോ എന്ന് ചന്ദ്രമതി സന്തോഷത്തോടെ ചോദിച്ചു. എന്നാൽ രവിയേട്ടൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അല്ലടാ ശ്രീകാന്തേ, നീ ഹോട്ടൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച് വീട്ടിലുള്ളവരോടൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടാ, രവീന്ദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു. അത് കേട്ട് ശ്രീകാന്താണെങ്കിൽ ആകെ ഒരു പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ ഭാര്യ വർഷ തന്നോട് പോലും ചോദിക്കാതെ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൻ്റെ ഞെട്ടില്ലായിരുന്നു അവന്. തുടർന്ന് സച്ചിയും ചോദിച്ചു, അല്ല ശ്രീകാന്തേ, നീ അച്ഛൻ്റെ അടുത്തൊരു വാക്കുപോലും പറയാതെ ഒറ്റക്കങ്ങ് തീരുമാനമെടുക്കാനൊക്കെ ആയോ? നീ അത്രക്ക് വലിയ ആളായോ? രേവതി സച്ചിയെ പിന്തുണച്ചു. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒരു വാക്ക് പറയണ്ടേ ശ്രീകാന്ത്, അതല്ലേടാ മര്യാദ? ശ്രീകാന്ത് വിക്കി പറഞ്ഞു. അതെ, റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അന്നേരം വർഷ അവിടെ ഇടപെട്ടു. എത്ര നേരം വെച്ചിട്ടാണ് അങ്കിൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്? ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞതാ, നാളെ അങ്കിൾ അവിടെ തന്നെ എങ്ങനെ നിൽക്കുന്നതെന്ന്. അതുമാത്രമല്ല, അവൾ ഇത്ര നാൾ വർക്ക് ചെയ്ത് ആ ഹോട്ടലിൽ അവനൊരു റെക്കഗ്നൈസേഷനും കിട്ടിയിട്ടില്ല. ഇത്രയും നാൾ മോളെ അവൻ ഇങ്ങനെ അവിടെ നന്നായിട്ട് തന്നെയല്ലേ ജോലി ചെയ്തു വരുന്നത് എന്ന് രവീന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. അങ്കിൾ, അവിടെ അവൻ നന്നായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ശ്രീകാന്തിൻ്റെ കുക്കിംഗ് സ്കിൽ കൊണ്ടാണ് അവളുടെ ആൾക്കാരെല്ലാം വന്നത്. എന്നാൽ അവൻ വെറും ഒരു സാധാരണ ഷെഫ് മാത്രമാണെന്ന് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ നല്ല ഹോട്ടലിൽ അവാർഡും കിട്ടി. അതിനെല്ലാം ആ പ്രിയ മാത്രമാണ് കാരണമെന്നാണ് അവർ പറയുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്കിൾ. അതുകൊണ്ടാണ് പുതുതായിട്ട് റെസ്റ്റോറൻറ്റ് ആരംഭിക്കാമെന്ന് ഞാൻ തന്നെ തീരുമാനമെടുത്തത് എന്ന് വർഷ വളരെ അഹങ്കാരത്തോടു കൂടെ പറഞ്ഞു. വർഷ പറയുന്നത് ശരിയാണല്ലോ. ഒരു മര്യാദ ഇല്ലാതെ എന്തിനാണ് ശ്രീകാന്ത് ജോലി ചെയ്യുന്നത് എന്ന് മഹിമ പിന്തുണച്ചു. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ആരംഭിക്കുന്നതിന് നിങ്ങൾ എന്തിനാ അങ്ങനെ പണം കൊടുക്കുന്നത് എന്ന് സച്ചി ചോദിക്കാണ്. പിന്നെ നീ കൊണ്ടുപോയിട്ട് പണം കൊടുക്കുമോ എന്ന് ശ്രീകാന്തിൻ്റെ അമ്മ ചന്ദ്രമതി ഉടനെ തന്നെ സച്ചിയോട് ദേഷ്യത്തിൽ ചോദിച്ചു. അതിനകത്ത് എത്ര പൂജ്യമുണ്ടെന്നുള്ള കാര്യം അറിയുമോടാ നിനക്ക്? 10 ലക്ഷത്തിനകത്ത്. ചന്ദ്രമതി വീണ്ടും പരിഹസിച്ചുകൊണ്ട് തന്നെ സച്ചിയോട് സംസാരിക്കുകയാണ്. ചന്ദ്രമതിയുടെ പരിഹാസം കേട്ടപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ ഇടപെട്ടു. അതിൽ എത്ര പൂജ്യമുണ്ടെന്നൊക്കെ സച്ചിയേട്ടന് നന്നായിട്ടറിയാം. നിങ്ങൾ ചുമ്മാ വെറുതെ കിടന്നിങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. സച്ചിയേട്ടൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നുവെങ്കിൽ സച്ചിയേട്ടൻ കൊടുത്തത് തന്നെ. എന്നാൽ ശ്രീകാന്ത് ആണെങ്കിൽ അവൻ്റെ സ്വന്തം അധ്വാനത്തിൽ അവൻ സ്വന്തം പൈസക്ക് തുടങ്ങുമെന്നുള്ള കാര്യമാ എന്നോട് പറഞ്ഞത്. രേവതിയുടെ വാക്കുകൾ കേട്ടപ്പോഴേക്കും ചന്ദ്രമതി ചെക്ക് വാങ്ങിച്ച ഉടനെ തന്നെ വർഷ താങ്ക്സ് പറഞ്ഞു. എന്താ എൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടും നല്ല രീതിയിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ അത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇനി എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് തലമുറ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറയാം. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് മഹിമ സന്തോഷത്തോടു കൂടെ തന്നെ അവിടെ നിന്നും തിരികെ പോയി. ഇതൊക്കെ കണ്ടുനിന്ന രേവതി പതുക്കെ സച്ചിയോട് പറഞ്ഞു. ഇതിന് ശ്രീകാന്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന കാര്യം അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം സച്ചിയേട്ടാ. സച്ചിക്ക് വല്ലാത്തൊരു ഈർഷ്യ തോന്നിയിരുന്നു. താല്പര്യമില്ലായിരുന്ന പിന്നെ പോരല്ലോ, വാ തുറന്ന് സംസാരിക്കണ്ടേ? അവൻ മിണ്ടാതിരിക്കല്ലേ ചെയ്തത്? സച്ചി ദേഷ്യം കൊണ്ട് പറഞ്ഞു. അന്നേരം ചന്ദ്രമതി അഹങ്കാരത്തോടു കൂടെ തന്നെ അവിടെ നിൽക്കുമായിരുന്നു. ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്കെന്താണെങ്കിലും ശ്രീകാന്തിനെ ഓർത്ത് ഒരുപാട് സന്തോഷമായി. ഈ വീട്ടിൽ നിനക്ക് മാത്രമാടാ നല്ലൊരു ഭാര്യയെ കിട്ടിയത്. മറ്റു 2 വീട്ടുകാരെ കൊണ്ട് എന്തു പ്രയോജനമുള്ളത്? ഇവിടെ ഒരുത്തിയുണ്ട് ഒരു പൂക്കൊട്ടയും, മറ്റൊരുത്തിയാണെങ്കിൽ കള്ളക്കച്ചടവും. അതൊക്കെ വെച്ച് നടത്തുന്നത് പോലെ ഇരിക്കും. രേവതിയുടെ കുടുംബത്തെയും മറ്റു കുടുംബാംഗങ്ങളെയും വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ ചന്ദ്രമതി സംസാരിച്ചു തുടങ്ങി. ഇത് കേട്ട് നിന്ന രവീന്ദ്രന് ദേഷ്യം വരികയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചന്ദ്രേ? എന്ത് സംസാരമായതൊക്കെ? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? സത്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? ഒരുത്തിയുടെ അച്ഛൻ്റെ മേലിൽ ഒരു ബസ് കയറിപ്പോയതാണോ? ഇനി അച്ഛൻ ചെന്നിട്ട് ബസ്സിൽ മേലെ കയറിയതാണെന്നൊക്കെ ആർക്കറിയാം? പിന്നെ വേറൊരുത്തിയുണ്ട്, അവളുടെ അച്ഛൻ എപ്പോഴോ അങ്ങ് മരിച്ചുപോയി എന്നൊക്കെ ആർക്കറിയാം? ചന്ദ്രമതി വീണ്ടും ഇങ്ങനെ ഒച്ച എടുത്തുകൊണ്ട് പറഞ്ഞു. വർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആൻറ്റി ഭയങ്കര ഫണ്ണിയാണല്ലേ? സച്ചി രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അതെ, അമ്മ ഭയങ്കര ഫണ്ണിയാണ്. ഇനി ഒരു ചെക്ക് കൂടി വെച്ചു പോയിട്ട് കറക്റ്റ് സമയത്ത് ഇനി എന്തെല്ലാമൊക്കെയാണെന്നോ അവ കാട്ടിച്ചു കൂട്ടാൻ വേണ്ടി പോകുന്നതെന്ന് ആർക്കറിയാം? ചന്ദ്രമതി വിടാൻ ഭാവമില്ലായിരുന്നു. അല്ലെങ്കിലും അവന് ഭയങ്കര കുശുമ്പായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, അവന് കിട്ടിയിരിക്കുന്നത് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നൊരു പെണ്ണാണല്ലോ. അവിടുന്ന് എന്ത് വരാനാണ്? അവൻ്റെ ഭാര്യ വീട് എന്ന് പറയുന്നത് പിച്ചക്കാരുടെ കുടുംബം പോലെയല്ലേ? അത് കേട്ടപ്പോൾ രേവതിയുടെ നിയന്ത്രണം വിട്ടു.
അവൾക്ക് തലച്ചോറിലേക്ക് രക്തം ഇരിച്ചു കയറുന്നത് പോലെ തോന്നി. അവളിങ്ങനെ തിളച്ചു മറിഞ്ഞ് ചന്ദ്രമതിയുടെ നേർക്കങ്ങ് തിരിഞ്ഞു. ഞങ്ങളുടേത് അങ്ങനെ പിച്ചക്കാരുടെ കുടുംബമൊന്നുമല്ല. ചെറിയ വീടാണെങ്കിലും ഞങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ പോവാറില്ല. ഒരു ചെറിയ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവർക്കും അന്നം കൊടുക്കാറുണ്ട്. ഇത്രയും വലിയ വീടാണല്ലോ നിങ്ങൾക്ക്, എന്നിട്ട് എന്തെങ്കിലും ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടോ? അതൊന്ന് പറയേ. രേവതിയുടെ ശബ്ദം ആ വീട്ടിലങ്ങ് മുഴങ്ങി. ചന്ദ്രമതി അന്നേരം ഒന്ന് പരിങ്ങിയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പിന്നെ നിന്റെ ആ വലിയ കുടുംബമല്ലേ അങ്ങനെയും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രവീന്ദ്രൻ അങ്ങ് തടയാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ ചന്ദ്രേ? എന്ത് വർത്താനാ നീ പറയുന്നത്? വന്ന് നിന്റെ സംസാരം അങ്ങ് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. രേവതി പറഞ്ഞ പോലെ തന്നെ വരുന്നവർക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നവരുടെ വീടാ നല്ലത്. പണവും കാശും മാത്രം ഉണ്ടായാൽ പോരാ. അതൊരിക്കലും നല്ല വീടാവില്ല. ഇങ്ങനെ ഒരാളെക്കുറിച്ച് സംസാരിക്കുക തന്നെ 1000 തവണ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സംസാരിക്കരുതെന്ന്. വരുന്നവർക്ക് മര്യാദ കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി നീ ആദ്യം പഠിക്ക്. രവീന്ദ്രൻ ചന്ദ്രമതിയെ കണക്കിലങ്ങ് ശകാരിച്ചു. വർഷയും ഇടപെട്ടു. അങ്കിൾ, ഈ സംസാരം ഒന്നും അമ്മയല്ല സംസാരിക്കുന്നത്. വന്നിരിക്കുന്ന ചെക്കാണ്. എന്തായാലും അമ്മ സംസാരിക്കട്ടെ. ഇത് വെറും ഒരു പേപ്പർ മാത്രമാണുള്ള കാര്യം മനസ്സിലാവുന്ന ദിവസം വരും. എന്നിട്ട് വർഷ ചന്ദ്രമതിയുടെ നേർക്ക് തിരിഞ്ഞു. ഇതാ നോക്ക് ആൻറ്റി, ഈ ചെക്ക് വന്നതിൻ്റെ പേരിൽ എൻ്റെ അമ്മ പണം തന്നതിൻ്റെ പേരിൽ ആൻറ്റി മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം സംസാരിക്കാതിരിക്ക്. ഇത് ഞാൻ ഒരു കടമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ അധ്വാനിച്ച് ഈ കടം എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും. വർഷയുടെ ആ വാക്കിൽ ചന്ദ്രമതിയുടെ വായങ്ങ് അടഞ്ഞുപോയി. വർഷയുടെ ആ വാക്ക് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിയുടെ വായങ്ങ് അടഞ്ഞുപോയി. അവർക്ക് പിന്നെ ശബ്ദമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നാണക്കേട് കൊണ്ട് തലയും കുനിച്ച് അവരവിടെ നിന്നും അകത്തേക്ക് പോയി. തുടർന്ന് രവീന്ദ്രൻ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്ന് വളരെയധികം വാത്സല്യത്തോടു കൂടി തന്നെ എന്നാ ഗൗരവത്തിൽ സംസാരിച്ചു. ശ്രീകാന്തെ, നിങ്ങൾ രണ്ടുപേരുടെ അടുത്തായിട്ട് ഞാൻ പറയാണ്, നല്ലതേതാ ചീത്തയേതാന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടൊക്കെ മുന്നോട്ട് പോകണം. സച്ചിയും ശ്രീകാന്തിനെ ഒരു മുന്നറിയിപ്പ് നൽകി. ശ്രീകാന്തെ, അവരെന്താണ് ഇത്രയും നാൾ വിചാരിച്ചത്? അത് ഓരോന്നായിട്ട് നടത്തിയെടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നമ്മളെപ്പോഴും അധ്വാനിച്ച പണത്തിൽ നിന്നാൽ മാത്രമേ നമുക്കൊരു വിലയുണ്ടാവുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്താൽ മതി, ഞാൻ പറയുന്നു. ഇത്രയും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോവുകയാണ്. എന്താ രേവതി ചേച്ചി ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് എന്ന് വർഷ ചോദിച്ചപ്പോൾ രേവതി വളരെ ശാന്തമായി തന്നെ മറുപടി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇന്ന് സന്തോഷമായിട്ടായിരിക്കുന്നത്, അതാണ് എൻ്റെ സന്തോഷം. രേവതി അവിടെ നിന്ന് അത്രയും പറഞ്ഞ് നടന്നു നീങ്ങി. അവിടെ നടന്നുകൊണ്ട് പണത്തിൻ്റെ പേരിൽ വീണ്ടും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് തന്നെ ചന്ദ്രമതി നേരെ ഉമ്മറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പണത്തിൻ്റെ അഹങ്കാരവും സ്വന്തം അധ്വാനത്തിൻ്റെ വിലയും തമ്മിലുള്ള ആ ഒരു വലിയ പോരാട്ടത്തിന് ആ വീട് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.